ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദുബായിൽ നിന്ന് ലാൻഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അമ്മ ഇങ്ങനെയാണ് എന്നറിഞ്ഞതും ഞാൻ കണ്ണേട്ടനും മക്കളും വരുന്ന സമയത്ത് ഞാൻ ആമസോണിൽ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മെഡിസിൻ ഓർഗനൈസറാണ്. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളാണ്. ഇത് അണ്ടർ പാഡ്സ് എന്ന് പറയുന്ന സംഭവം. അത് നല്ലോണം ക്വാണ്ടിറ്റി നമുക്ക് വേണം. ബിക്കോസ് അമ്മ ഡൈപ്പേഴ്സിലാണ്. പിന്നെ നമ്മൾ കുറേ പ്രഷർ അൾസേഴ്സ് വരാതിരിക്കാൻ നമ്മൾ കുറേ ഡൈപ്പേഴ്സ് കെട്ടാതെ ഊരി വിടാറുണ്ട്. സോ എല്ലാ കാര്യങ്ങളും വളരെ ക്ലീനായിട്ട് നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് നമുക്കിതൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് പറയുക, ഞാൻ അവിടുന്ന് കൊണ്ടുവരാനുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാണ്. സോ അഡൽട്ട് ഡൈപ്പേഴ്സ്, വാട്ടർ വൈപ്സ്, അതേമാതിരി തന്നെ എന്താണ് പറയുക, ഇത് നമ്മൾ പേഷ്യൻറ്റിനെ തിരിച്ചു കടത്താനുള്ള സംഭവം. പിന്നെ ഓൾറെഡി ഇവിടെ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അമ്മയ്ക്ക് പ്രഷർ പോയിൻറ്റ് അൾസേഴ്സും അതേമാതിരി ഡൈപ്പർ റാഷസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ആരും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പാലക്കാടുള്ള ഹോസ്പിറ്റലും ഒന്നും തന്നെ. സോ ഞാൻ വാങ്ങിച്ച ഒരു നല്ല ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പേഷ്യൻറ്റിനെ തിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പേഷ്യൻറ്റിന് അനങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ്, ഓക്കെ, ആ ഷീറ്റിൽ 4 വശവും നമുക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ഹാൻഡിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബെഡിലേക്ക് നമ്മൾ ആക്കി വെക്കുക. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പേഷ്യൻറ്റ് അതിൻ്റെ മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കിച്ചുവിനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരാളെ തിരിക്കാനും ബെഡ്ഷീറ്റ് മാറ്റാനും അതേമാതിരി തന്നെ ഡൈപ്പേഴ്സ് മാറ്റാനും അണ്ടർപാഡ്സ് മാറ്റാനും ഒക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചൊരു സംഭവം. ബിക്കോസ് മെഡിക്കൽ രീതിയിൽ പലതും ഞാൻ നോക്കിയിട്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ലിങ്ക് മുഴുവൻ കണ്ണേട്ടന് അയച്ചു കൊടുത്തിട്ട് കണ്ണേട്ടൻ അത് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ഇങ്ങനെ തിരിക്കാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാം. അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ തൊടാതെ നമുക്ക് പതുക്കെ, ഇപ്പോൾ കണ്ണേട്ടൻ പെട്ടെന്ന് പതുക്കെ ചെയ്യാതെ മനുവും കിച്ചുവിനെ പെട്ടെന്നാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് വളരെ കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സംഭവങ്ങൾ എന്താണ് നിങ്ങൾ കാണാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസസ് ഓഫ് കോയമ്പത്തൂർ. അതായത് ഡോക്ടർമാർ നമ്മളുടെ അടുത്ത്, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ കൗൺസിലേഴ്സും ഡോക്ടർമാരും നമ്മളുടെ അടുത്ത് എന്താ പറയണമെന്ന് വെച്ചാൽ, ഒന്ന് വിട്ടു നിൽക്കൂ, നിങ്ങളിവിടെ ഉണ്ടാവണം, എന്നാൽ ആ സമയത്ത് നിങ്ങൾ വിട്ടു നിൽക്കണം അമ്മേ, അതാണ്. അപ്പോൾ അവർക്ക് ഡിപ്പെൻഡൻസി കൂടുതൽ നിങ്ങളുടെ അടുത്താണ്. അതുകൊണ്ട് വിനി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വൈകുന്നേരം നേരത്തെ നമ്മൾ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈശ, ഡെഫിനറ്റ്ലി ആദിയോഗിയുടെ അവിടെ പോയിട്ട് അന്ന് ഞങ്ങൾ പോയ സമയത്ത്, ഞാനും മക്കളും കൂടി പോയ സമയത്ത് മഴ കാരണം കൊണ്ട് നമുക്ക് ലൈറ്റ് ഷോ, നമുക്ക് ലേസർ ഷോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചു പോയതാണ്. അപ്പോൾ എന്താ പറയുക, ടു ഗെറ്റ് ബാക്ക് ഓൾ ദ എനർജി എന്ന് പറയില്ലേ, നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് നമ്മളുടെ ആ ഒരു എനർജി ലെവലും കാര്യങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാ കൊല്ലവും പോകുന്നുണ്ടോ ചോദിച്ചാൽ ഇഷ എല്ലാ കൊല്ലവും പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എത്രമാത്രം ഡ്രെയിൻഡ് ഔട്ടായി എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ എനിക്ക് വേണം എന്നുള്ള ആ ഒരു റീഗെയിൻ മൈ സ്ട്രെങ്ത് ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ, മഹാദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചത്. സോ ആഫ്റ്റർ ആ ഒരു ഡാർക്ക്നെസ് കഴിഞ്ഞതിന് ശേഷം കണ്ട കാഴ്ചകൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് നേരിട്ട് പോയി കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റ് എന്താണെന്ന് നോക്കണമെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് മെസ്മറൈസിങ്, ഗൂസ് ബംസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങൾ ആ ഒരു 7:20 തുടങ്ങുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ട്, കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 6 മണിയാവുന്ന സമയത്ത് അവിടെ എത്തൂ. അത് കഴിഞ്ഞ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട്, അല്ല നിങ്ങൾ നേരത്തെ എത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ധ്യാനലിംഗവും എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇങ്ങടേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുക. എന്നിട്ട് ഈ പരിസരങ്ങളിലേക്കൊക്കെ ഒന്ന് കറങ്ങി പിടിച്ച് എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എന്താണ് പറയുക, ഒരു 6:45 ആവണ സമയത്ത് അവിടെ ഒരു കയറ് കിട്ടും. എന്നിട്ട് നമ്മുടെ ആദിയോഗി വിഗ്രഹത്തിൻ്റെ മുമ്പിലായിട്ട് നമ്മളെ അവർ ഇരുത്തുകയാണ് ചെയ്യുക. എല്ലാ ക്രൗഡും അവിടെയാണ് ഇരിക്കുക. എത്രത്തോളം
മുമ്പിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ മുമ്പിലിരിക്കാൻ പറ്റുമോ, നിങ്ങൾ ആ മുമ്പിലേക്കായിട്ടുള്ള രീതിയിൽ ഇരിക്കുക. ബിക്കോസ് എവിടെ ഇരുന്നാലും കാണും, പക്ഷേ സൈഡിലേക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റില്ല. സോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ഥലം പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 6:45 6 മണിക്ക് എത്തിയാൽ ഒരു 6:45 ആകുമ്പോഴേക്കും അവരവരുടെ പ്രൊസീജിയേഴ്സ് തുടങ്ങും. അപ്പോൾ നമ്മളും അതേപോലെ തന്നെയാണ് ചെയ്തത്. നമ്മൾ നേരെ 6 മണി 6:15 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ ഫോട്ടോസും ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 6:45 ആയ സമയത്ത് അവർ എല്ലാവരെയും അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഒരു കയറ് കെട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കുറേ ഭജൻസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. ആൻഡ് അതിൽ പറയുന്ന എക്സ്പ്ലനേഷൻസ് ആയിക്കോട്ടെ, അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒരുപാട് പേര് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ആൻഡ് ഇറ്റ് വാസ് സംതിങ് ദാറ്റ് യു നീഡ് ടു സീ, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ള കംപ്ലീറ്റ് എനർജിയും നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും, ലൈക്ക് ഓക്കെ വി ആർ ബാക്ക് ഫോർ ദ ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ. അത്രയും സൂപ്പർബാണ് അത് കാണാനായിട്ട്, അത് ഫീൽ ചെയ്യാനായിട്ട്. എക്സാക്ട്ലി ഒരു 10-15 മിനിറ്റ്സ് ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും അല്ല, ലൈഫിൽ കിട്ടിയിരിക്കുന്ന എനർജി ലെവൽ ബാക്ക് എന്ന് പറയുന്നതൊക്കെ സൂപ്പറാണ്. സോ ഡെഫിനറ്റ്ലി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഷോ. നിങ്ങൾ ആ 7:20 അത് തുടങ്ങുന്നത്. അതിൽ എന്താണ് പറയുക, നമ്മൾ പല ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് പേര് ഈഷ സെൻറ്ററിൽ പോയി താമസിക്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം അതിനൊന്നും സമയമില്ല. എന്നാലും കൂടിയിട്ട് ഇതൊക്കെ കണ്ട് അതേമാതിരി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് ലാസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് താഴെ അവിടെ അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആരതി നടക്കും. എൻ്റെ ദൈവമേ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാട്ട് എഫക്റ്റ് ഇറ്റ് ഗിവ്സ് യു എന്നുള്ളത്. അത്രയ്ക്ക് സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോളൂ. അത് മിസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ കാണുന്ന ഇതെല്ലാം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മളിപ്പോൾ കവറപ്പ് ചെയ്തു. അടുത്തത് എല്ലാ കൊല്ലവും വരുന്ന സമയത്ത് എൻ്റെ റീൽസിലും എൻ്റെ പോസ്റ്റിലും എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ് മരുതമലൈ മുരുകൻ. അവിടെ പോവാതെ ഞാൻ പോവാറില്ല. അത് അത്രയും എനിക്ക് വിശ്വാസമാണ്. അത്രയും മക്കളെ ഞാൻ മുട്ടയടിച്ചത് അവിടെയാണ്. ഇപ്രാവശ്യവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു എഫക്റ്റൊക്കെ വേറെ ലെവലാണ്. എന്താ പറയുക, മുരുകാന്ന് വിളിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു എനർജിയൊക്കെ വേറെ ലെവലാണ്. അത് എല്ലാ കൊല്ലവും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ കൊല്ലവും മുരുകനെ പോയി കണ്ടിട്ടേ ഞാൻ പോവാറുള്ളൂ. അത് എന്താണ് പറയുക, അതൊരു മാൻഡറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അതിപ്പോൾ വളരെയധികം ശീലമായി കഴിഞ്ഞു. നമ്മളിവിടെയാണ് കോയമ്പത്തൂർ, പാലക്കാടാണെങ്കിലും നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം. പക്ഷേ ഇപ്പോൾ കോയമ്പത്തൂരായതുകൊണ്ട് പല അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ കവർ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് വരുന്നതാണ് മരുതമല മുരുകൻ. അഴക്, അവളോ അഴക് എന്ന് പറഞ്ഞാൽ മുരുക് என்றாலே അഴക്. അത് മരുതമല മുരുകൻ അതെവിടെ അഴക്, അത് അത്രയും ഭംഗിയാണ് മുരുകനെ കാണാൻ. പിന്നെ സെപ്റ്റംബർ 1 മുതൽ മൊബൈൽ ഫോൺസ് മുകളിലേക്ക് അലൗഡ് അല്ല. ഇതാണ് ലാസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത പ്രാവശ്യം വരണ സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺസ് മുകളിൽ നിന്ന്, അതായത് നമ്മൾ അടിവാരത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് വരാം. അത് കഴിഞ്ഞതിന് ശേഷം കയറുന്ന സ്റ്റെപ്പോട് കൂടിയിട്ട് മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. സെപ്റ്റംബർ 1 മുതൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു എന്താണ് പറയുക, അമ്മയും കുട്ടിയും അവിടെ അവർ നടതള്ളിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സത്യം പറയാലോ, അനിമൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറ അതൊക്കെ കാണുന്ന സമയത്ത് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതൊരു വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് എനിക്കുണ്ടായിരുന്നത്. ആ അമ്മയായിട്ട് ഗോമാതയായിട്ടുള്ള സംസാരം എന്ന് ഞാൻ സംസാരിച്ചു. മോളാണോ മോനാണോ എന്നൊക്കെ ചോദിച്ചു. ആൾക്കാർ പ്രാന്താണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പുളിയോദര പ്രസാദം, അത് കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ടായി. മരുതമലയെ 2 രീതിയാണ്. ഇഷ പോലെയാണ്, രാവിലെ കാണാൻ ഒരുപോലെ, രാത്രി ആ വെയിൽ കാണാൻ വേറെ പോലെ. ആ ഓം പ്രണവ മന്ദിരം ആൻഡ് ദാറ്റ് എന്താ പറയുക, ആ ഒരു വെയിലിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയണത് വേറെ ലെവലാണ് മക്കളെ. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അമ്പലം എത്ര പേര് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി കോയമ്പത്തൂരുള്ളവർ പോയിട്ടുണ്ടാവും. ഇത് എൻ്റെ ഫേവറേറ്റ് അമ്പലമാണ്. അത് കോയമ്പത്തൂർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ കൊണ്ടുപോയത്, എപ്പോഴും സാധിക്കാറില്ല. ഇത് റേസ് കോഴ്സിലുള്ള ശാരദാംബാൾ എന്ന് പറയുന്ന അമ്പലമാണ്. അവിടെയും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് അമ്പലങ്ങളുണ്ട്.
ഇതെല്ലാം ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കോയമ്പത്തൂർ താമസിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പോകുന്ന അമ്പലങ്ങളിൽ ഒന്നാണ്. ഇനിയും ഒരുപാട് അമ്പലങ്ങളുണ്ട്. എനിക്ക് കോയമ്പത്തൂർക്ക് ഞാൻ കോയമ്പത്തൂർ ഉള്ളിടത്തോളം ഞാൻ എല്ലാ അമ്പലങ്ങളും എൻ്റെ മക്കൾക്കും കാണിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ യെസ്, ഇത് കഴിഞ്ഞ് എന്താ പറയുക, ശാരദാമ്പാളും കൂടി തൊഴുത് കഴിഞ്ഞപ്പോൾ നമുക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു വീണ്ടും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് തന്നെ പോയി. സോ യെസ്, അമ്മ ഈസ് ഡൂയിങ് ഗുഡ്. എല്ലാവരും അന്വേഷിച്ചതിന് വേണ്ടിയിട്ട് ഞാൻ പറയണം, അമ്മ ഈസ് റിയലി ഡൂയിങ് ഗുഡ്. ഡെഫിനറ്റ്ലി ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ എവ്രി വൺ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ എവ്രി വൺ. താങ്ക് യു.